Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് +2 എക്സാം റീവാലുവേഷൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഏതൊക്കെ സബ്ജക്റ്റിനാണ് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുക, ഫീസും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ സബ്ജക്റ്റിനാണ് കൊടുക്കാൻ പറ്റാത്തത്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യണം. 7012787895. നമ്മൾ മെയിൻലി ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് റീവാലുവേഷൻ, അതായത് പുനർമൂല്യനിർണ്ണയം, സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി. അപ്പോൾ ഇതിനൊക്കെ കുറച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. സോ ആദ്യം തന്നെ നമുക്കറിയേണ്ടത് എന്താണ് പുനർമൂല്യനിർണ്ണയം എന്നുള്ളതാണ്. ഈ പുനർമൂല്യനിർണ്ണയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ പേപ്പർ ഒന്നുകൂടെ വാല്യുവേഷൻ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ആണ് സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന. എവിടെയെങ്കിലും നമ്മുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ആഡിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ളതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് സൂക്ഷ്മ പരിശോധന. ഇനി തേർഡ് വൺ ആണ് ഫോട്ടോ കോപ്പി. നമ്മൾ തന്നെ എഴുതുന്ന നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി ലഭിക്കുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് റീവാലുവേഷനും അതുപോലെ സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ വരുന്നതാണ് ഫിസിക്സ്, ദെൻ കെമിസ്ട്രി, ദെൻ മാത്സ്. ഈ 3 പേപ്പേഴ്സ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റീവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ കൊടുക്കാനായിട്ട് സാധിക്കില്ല. പകരം ഫോട്ടോ കോപ്പിക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷിക്കാം. നിങ്ങൾ ഏത് സ്കൂളിലാണോ എക്സാമിനായിട്ട് രജിസ്റ്റർ ചെയ്തത് അതേ സ്കൂളിലെ പ്രിൻസിപ്പാളിന് എത്രയാണോ ഓരോ പേപ്പേഴ്സിൻ്റെ ഫീസ് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/7/2026 ആണ്. സോ ഇത് നിങ്ങൾ ആലോചിക്കണം, ഇന്ന് തൊട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 29/7/2026 ആയിരിക്കും. ഇനി നമുക്ക് ഓരോന്നിനും എങ്ങനെയാണ് ഫീസ് വരുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ പുനർമൂല്യനിർണ്ണയം അഥവാ റീവാലുവേഷന് വരുന്നത് ഒരു പേപ്പറിന് 500 രൂപയാണ്. സെക്കൻഡ് വൺ സൂക്ഷ്മ പരിശോധന അഥവാ സ്ക്രൂട്ടിനി 100 രൂപയാണ് ഒരു പേപ്പറിന് വരുന്നത്. ദെൻ ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരുന്നത്. സോ നിങ്ങൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കൃത്യസമയത്ത് തന്നെ ഈ പൈസയും കൂടെ കയ്യിൽ വെച്ച് വേണം പോവാൻ. അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ ഫോം, സ്ക്രൂട്ടിനിൻ്റെ ഫോം, ഫോട്ടോ കോപ്പിയുടെ ഫോം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ സ്കൂളിൽ പോയി എഴുതി ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ജസ്റ്റ് എൻ്റെ നമ്പറിലേക്കൊന്ന് DM ചെയ്താൽ മതി, ആ ഒരു ഫോം അയച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ +2 ഫെയിലായ സ്റ്റുഡൻസിന് ഇനി അടുത്ത എക്സാം എപ്പോഴാണ്, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കുമോ, എപ്പോഴാണ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായി ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യവും ക്ലിയറായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് ടൈമിന് ലഭിക്കാനായി ഈ ഒരു ചാനലിൽ ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.